അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 6 വ്യാഴാഴ്ച. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ റെയ്ഡ് നടത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ സ്ഥലത്തുണ്ടായിരുന്ന CPM നേതാക്കളെ ചോദ്യം ചെയ്യും. നേതാക്കൾക്ക് നോട്ടീസ് അയച്ചു തുടങ്ങി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ജോൺ ബ്രിട്ടാസ് MP, വി ജോയ്, ബിനീഷ് കോടിയേരി അടക്കം എല്ലാവരെയും ചോദ്യം ചെയ്യും. കർശന ജാമ്യ വ്യവസ്ഥകൾ ജാമ്യം നിഷേധിക്കുന്നതിന് തുല്യമെന്ന് സുപ്രീം കോടതി. തമിഴ്നാട്ടിലെ തേനിയിൽ ലഹരിക്കേസിൽ അറസ്റ്റിലായ അതിരമ്പുഴ സ്വദേശിയായ ഫൈസലാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. കോടതി ജാമ്യം അനുവദിച്ചപ്പോൾ പ്രതി കുറ്റം ചെയ്യില്ലെന്ന് സർക്കാർ ജീവനക്കാർ എഴുതി നൽകണമെന്നും തേനി പോലീസ് സ്റ്റേഷനിൽ എല്ലാ ദിവസവും 10:30 ഹാജരാകണമെന്നുമായിരുന്നു ജാമ്യ വ്യവസ്ഥയെന്ന് ഹർജിയിൽ പറഞ്ഞു. ഈ കേസിൽ ഫൈസലിനെ 10 വർഷത്തെ തടവിന് വിചാരണ കോടതി ശിക്ഷിച്ചിരുന്നു. ശബരിമല നെയ്യ് ക്രമക്കേടിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തും മുൻ അംഗം അജികുമാറും പ്രതിയാകും. പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഇന്ന് FIR രജിസ്റ്റർ ചെയ്യും. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് SIT രൂപീകരിച്ചത്. എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ വാഹനം ആക്രമിച്ച കേസിൽ 6 CPM പ്രവർത്തകർ കൂടി ഹൈക്കോടതി ജാമ്യം നൽകി. IP ബിനു, രേവന്ത്, ഉണ്ണികൃഷ്ണൻ, ദിനകർ, ദിലീപ് നായർ, ഉണ്ണി DS എന്നിവർക്കാണ് ജാമ്യം അനുവദിച്ചത്. സർക്കാരിൻ്റെയും EDയുടെയും എതിർപ്പ് തള്ളിയാണ് ഹൈക്കോടതി പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചത്. ഇതോടെ കേസിൽ 21 പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു. കൊച്ചിൻ ഷിപ്പ്യാർഡ് കപ്പൽ നിർമ്മാണശാലയ്ക്ക് സ്ഥലം അന്വേഷിച്ച് തൂത്തുക്കുടിയിലേക്ക് 2000 കോടി രൂപയുടെ പദ്ധതി നടത്തിപ്പിന് സ്ഥലം ഏറ്റെടുക്കാനുള്ള ടെൻഡർ നടപടികൾക്ക് തുടക്കമായി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തോട് അനുബന്ധിച്ച് ആലോചനയിലുണ്ടായിരുന്ന പൂവാർ കപ്പൽ നിർമ്മാണശാലയ്ക്കുള്ള സാധ്യത ഇതോടെ മങ്ങുകയാണ്. വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചു വരുന്നതിനാൽ ഊർജ്ജകാര്യക്ഷമ കെട്ടിടങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ഊർജ്ജകാര്യക്ഷമ കെട്ടിടച്ചട്ടങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുകയും വേണമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. എനർജി മാനേജ്മെന്റ് സെന്റർ, കില, GBPN ഇന്ത്യ എന്നിവ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല പരിശീലന പരമ്പരയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KSRTC കൊറിയർ സർവീസ് പുനരാരംഭിച്ചു. KSRTC ടിക്കറ്റ് വാട്സപ്പിലൂടെയും ലഭ്യമാക്കുന്ന സംവിധാനം ഗതാഗത മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്തു. പമ്പയിൽ നിന്ന് മണൽ വാരുമെന്ന സർക്കാർ പ്രഖ്യാപനം റാന്നിയിലടക്കമുള്ള വെള്ളപ്പൊക്ക ഭീഷണിക്ക് ശാശ്വത പരിഹാരമാണെന്ന് പഴകുളം മധു MLA. മന്ത്രിസഭ യോഗ തീരുമാനം നടപ്പാക്കിയില്ലെങ്കിൽ രാഷ്ട്രീയം നോക്കാതെ ജനങ്ങൾക്കൊപ്പം രംഗത്തിറങ്ങും. രാഷ്ട്രീയം മറന്ന് എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട സമയത്ത് CPM ജില്ലാ സെക്രട്ടറിയും KU ജനീഷ് കുമാർ MLAയും അനാവശ്യ വിമർശനം ഉന്നയിക്കുകയാണെന്നും മധു കുറ്റപ്പെടുത്തി. സുരക്ഷിതത്വവും സാങ്കേതിക അനുമതിയുമില്ലാതെ പ്രവർത്തിക്കുന്ന അനധികൃത വാക്കം ലിഫ്റ്റുകളുടെ പ്രവർത്തനം തടയണമെന്ന് ഹൈക്കോടതി. സുരക്ഷിതമല്ലാത്ത വാക്കം ലിഫ്റ്റുകൾ പ്രവർത്തിക്കുന്നതിനെതിരെ കേരള എലിവേറ്റർ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ വിധി. പയ്യന്നൂരിൽ ഷെഡ് മാത്രമല്ല അതിനടിയിൽ ഉള്ളതും മാന്തിയെടുക്കാൻ പാർട്ടിക്ക് ശേഷിയുണ്ടെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. കുഞ്ഞികൃഷ്ണൻ MLAയെ അനുകൂലിക്കുന്നയാളുടെ ചെമ്മീൻ ഷെഡ് കത്തിച്ചതിൽ പാർട്ടിക്ക് പങ്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പയ്യന്നൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്ന TI മധുസൂദനെ മാറ്റാതിരുന്നത് രാഷ്ട്രീയ എതിരാളികളുടെ ആരോപണങ്ങൾ ശരിയാണെന്ന് വ്യാഖ്യാനിക്കാതിരിക്കാനാണെന്നും രാഗേഷ്. നറുക്കെടുപ്പിലൂടെ BJP ഭരണത്തിലെത്തിയ നാരങ്ങാനം പഞ്ചായത്തിൽ അവിശ്വാസം പാസായി. BJPക്കെതിരെ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസത്തെ LDF പിന്തുണച്ചു. കോൺഗ്രസിനും BJPക്കും 6 വീതം അംഗങ്ങളും CPMന് 2 പേരുമാണുള്ളത്. 2 CPM പ്രതിനിധികളും കോൺഗ്രസ് അവിശ്വാസത്തെ പിന്തുണച്ചു.
പുനർജനി പദ്ധതിയിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ ഒരു തെളിവുമില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പിണറായി സർക്കാരിന്റെ കാലത്താണ് അന്വേഷണം നടന്നത്. തെളിവ് ഇല്ലാത്തതുകൊണ്ടാണ് കേസ് ക്ലോസ് ചെയ്തത്. കാര്യങ്ങൾ മനസ്സിലാവാത്തത് എം.വി. ഗോവിന്ദന് മാത്രമെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. സംസ്ഥാന അതിർത്തിയിൽ കബിനി നദിക്ക് കുറുകെയുള്ള ബൈരക്കുപ്പ പാലത്തിന്റെ നിർമ്മാണത്തിന് കർണാടക സർക്കാരിന്റെ NOC ലഭിച്ചതായി പൊതുമരാമത്ത് മന്ത്രി P.K. ബഷീർ അറിയിച്ചു. കർണാടക മുഖ്യമന്ത്രി D.K. ശിവകുമാറുമായി സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രി P.K. ബഷീർ നേരത്തെ ചർച്ച നടത്തിയിരുന്നു. കർണാടകയിലെ യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരു കൊലപാതക കേസിൽ ഒളിവിലായിരുന്ന ഉമ്മർ ഫറൂഖ് എന്ന പ്രതിയെ കൊച്ചിയിൽ നിന്ന് NIA അറസ്റ്റ് ചെയ്തു. കൊലപാതകത്തിന് മുമ്പ് നടന്ന ഗൂഢാലോചനയിൽ നേരിട്ട് പങ്കെടുത്ത ആളാണ് പിടിയിലായെന്ന് NIA അറിയിച്ചു. കള്ള് ഷാപ്പുകളിലെ ഭക്ഷണ വിതരണത്തിന് ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് കർശനമാക്കി എക്സൈസ്. ലൈസൻസ് ഇല്ലാതെ ഭക്ഷണം വിളമ്പുന്ന ഷാപ്പുകൾക്കെതിരെ കടുത്ത നടപടിയെടുക്കും. നടപടിയെടുക്കാതെ കണ്ണടയ്ക്കുന്ന ഉദ്യോഗസ്ഥർക്കും ശിക്ഷാ നടപടിയെന്ന് വ്യക്തമാക്കി എക്സൈസ് കമ്മീഷണർ ഉത്തരവിറക്കി. ശബരിമല ക്ഷേത്രത്തിന്റെ ദോഷങ്ങൾ മാറാൻ പരിഹാര പൂജകൾ ആരംഭിച്ച് തിരുവിതാംകൂർ ദേവസ്വം. മൂകാംബിക ക്ഷേത്രത്തിലും കേരളത്തിലെ 25ഓളം ക്ഷേത്രങ്ങളിലുമാണ് പ്രത്യേക പൂജകൾ നടത്തുന്നത്. കൊല്ലൂർ മൂകാംബികയിലും കാസർഗോഡും പ്രത്യേക പൂജകൾ നടത്തി. ശബരിമലയിൽ എത്തിയ ഭക്തരെ ജീവനക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും അസഭ്യം പറഞ്ഞതോടെ വാഗ്ദോഷം ഉണ്ടായി എന്നാണ് കണ്ടെത്തൽ. റെസിഡന്റ് കമ്മീഷണറുടെ ശുപാർശ പ്രകാരം ലോ ഓഫീസർ ഗ്രാൻസിയെ തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റി. പെരുമാറ്റവും ഔദ്യോഗിക കൃത്യനിർവഹണവും തൃപ്തികരമല്ല എന്നായിരുന്നു റെസിഡന്റ് കമ്മീഷണറുടെ കണ്ടെത്തൽ. എന്നാൽ തനിക്കെതിരെ നടന്നത് പകപോക്കൽ നടപടിയാണെന്ന് ഗ്രാൻസി ആരോപിച്ചു. LPST റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂട്ടനിരാഹാരത്തിന്. അനിശ്ചിതകാല സമരം 1 മാസം പിന്നിടുമ്പോഴാണ് സമരം മറ്റൊരു ഘട്ടത്തിലേക്ക് വ്യാപിപ്പിക്കുന്നത്. പാലക്കാട് ചാലിശ്ശേരിയിൽ സർക്കാർ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ ഡ്യൂട്ടിക്കിടെ നഴ്സിനെ പാമ്പ് കടിച്ചു. ചാവക്കാട് സ്വദേശിനി മിശ്രയ്ക്കാണ് അണ്ണലിയുടെ കടിയേറ്റത്. ഓണത്തിന് വ്യാജമദ്യമുണ്ടാക്കാൻ അങ്കമാലിയിലെ കോതകുളങ്ങരയിലെത്തിച്ച 1350 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി എക്സൈസ്. ഹോളോ ബ്രിക്സ് യൂണിറ്റിന്റെ മറവിൽ വ്യാജമദ്യം നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പുകൾക്കിടെ ആയിരുന്നു സ്പിരിറ്റ് വേട്ട. 2 പേരെ അറസ്റ്റ് ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ ഒളിവിലിരുന്ന് വീണ്ടും ഭീഷണിയുമായി അർജുൻ ആയങ്കി. ഒളിവിലുള്ള തന്നെ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കൂ എന്ന് ഊന്നുകൽ CAയോടാണ് വെല്ലുവിളി. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ 10 നാവികർ ഉൾപ്പെടെ 16 ഇന്ത്യൻ പൗരന്മാർ കൊല്ലപ്പെടുകയും 75 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് MP ഉന്നയിച്ച ചോദ്യത്തിന് വിദേശകാര്യ മന്ത്രാലയം നൽകിയ മറുപടിയിലാണ് ഈ വിവരങ്ങൾ. ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടതിന് ബന്ധപ്പെട്ട രാജ്യങ്ങളെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടോയെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടിയില്ലെന്ന് ജോൺ ബ്രിട്ടാസ് MP. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. തമിഴ്നാട് എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ട്രോളി ബാഗിൽ അഴുകിത്തുടങ്ങിയ മനുഷ്യ ശരീരഭാഗങ്ങൾ. ട്രെയിൻ ആഗ്രയിൽ എത്തിയപ്പോഴാണ് ചുവന്ന ട്രോളി ബാഗിനുള്ളിൽ മനുഷ്യ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. സംഭവത്തിൽ ആഗ്ര കന്റോൺമെന്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ലൈംഗിക അതിക്രമ കേസിൽ തെഹൽക്ക സ്ഥാപകൻ തരുൺ തേജ്പാൽ കുറ്റക്കാരനെന്ന് കോടതി. വെറുതെ വിട്ടുകൊണ്ടുള്ള വിചാരണ കോടതിയുടെ ഉത്തരവ് ബോംബെ ഹൈക്കോടതി റദ്ദാക്കി. ഗോവയിലെ ഹോട്ടലിൽ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചെന്ന സഹപ്രവർത്തകയുടെ പരാതിയിലാണ് ഉത്തരവ്. ഡൽഹിയിൽ കനത്ത മഴ, പലയിടത്തും വെള്ളക്കെട്ട്, പല പ്രദേശങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടു. ഗുണ്ടാ തലവനും മുൻ MP-യുമായിരുന്ന അത്തിഖ് അഹമ്മദിന്റെ ഇളയ മകൻ അബാൻ അഹമ്മദ് വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു. ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ അബാൻ സഞ്ചരിച്ച കാർ അമിത വേഗതയിൽ ഡിവൈഡറിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. ഹോർമുസ് കടലിടുക്ക് ഭാഗികമായി തുറക്കാൻ ഇറാനും ഒമാനും തമ്മിൽ ധാരണയിലേക്ക്. ഇരു രാജ്യങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്ന താൽക്കാലിക ഗതാഗത പാത സംബന്ധിച്ചുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലെത്തി. എന്നാൽ ഹോർമുസിൽ ഇറാന് മേൽക്കൈ അനുവദിക്കുന്ന ധാരണ അംഗീകരിക്കില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കി. ക്യൂബൻ സർക്കാരിനെ സാമ്പത്തികമായും രാഷ്ട്രീയമായും സമ്മർദ്ദത്തിലാക്കാനും രാജ്യത്ത് ഭരണമാറ്റം കൊണ്ടുവരാനും ലക്ഷ്യമിട്ട്
അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചതായി റിപ്പോർട്ട്. പ്രസിഡന്റ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് നീക്കങ്ങൾ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സഞ്ചരിച്ച മിലിറ്ററി വൺ സൈനിക ഹെലികോപ്റ്ററിന് തൊട്ടരികിലൂടെ യാത്രാവിമാനം പറന്ന സംഭവത്തിൽ അന്വേഷണം. അമേരിക്കൻ എയർലൈൻസിന്റെ യാത്രാവിമാനമാണ് തൊട്ടരികിലൂടെ പറന്നത്. നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡാണ് അന്വേഷണം ആരംഭിച്ചത്. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഡൽഹിയിൽ നടത്തിയ വെർച്വൽ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത ബംഗ്ലാദേശ് മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റനും ബംഗ്ലാദേശ് അവാമി ലീഗ് മുൻ MPയുമായ ഷാക്കിബ് അൽ ഹസന്റെ ധാക്കയിലെ വീടിന് നേരെ പെട്രോൾ ബോംബ് ആക്രമണം. മഗുര ടൗണിലെ കേശബ് മോറിലുള്ള കുടുംബ വീടിന് നേരെ ആണ് ആക്രമണം ഉണ്ടായത്. വീട് തല്ലി തകർക്കുകയും ചെയ്തു. ലോകകപ്പിന് ശേഷം ഇരട്ട ഗോളും അസിസ്റ്റുമായി അർജന്റീന നായകൻ ലയണൽ മെസ്സി. ലീഗ്സ് കപ്പിലെ ആദ്യ പോരാട്ടത്തിൽ മെക്സിക്കൻ ക്ലബ്ബായ അത്ലറ്റിക്കോ സാൻ ലൂയിസിനെ 2-4 ഗോളുകൾക്ക് ഇന്റർ മയാമി തോൽപ്പിച്ച മത്സരത്തിൽ 2 ഗോളടിച്ച മെസ്സി 1 അസിസ്റ്റും നൽകി. ഇതോടെ ലീഗ്സ് കപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമെന്ന റെക്കോർഡും മെസ്സി സ്വന്തമാക്കി. 14 ഗോളുകളാണ് മെസ്സി നേടിയത്. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ നിലവിലെ അവസ്ഥ അത്യന്തം ആശങ്കാജനകവും പരിതാപകരവുമാണെന്ന് മുൻ വൈസ് ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെ. സ്പിന്നർമാർക്ക് മുന്നിൽ പതറുന്ന ബാറ്റർമാരും ശൗര്യം നഷ്ടപ്പെട്ട ബൗളർമാരുമാണ് റെഡ് ബോൾ ക്രിക്കറ്റിലെ ഇന്നത്തെ കാഴ്ചയെന്നും അജിങ്ക്യ രഹാനെ പറഞ്ഞു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.